എടാ കുഞ്ഞാപ്പോ വെച്ച് കൊറേ നേരം അതേറ്റ് ഇരിക്കലോ ഞാൻ തിന്നിട്ടാ. എന്താ വർത്താനാ നിങ്ങൾ പറഞ്ഞത്? കൊറേ നേരം അതേറ്റ് ഇങ്ങനെ ഇരിക്കലോ നിങ്ങൾ ഔല് തന്നാലും അങ്ങനെ തിന്നാലും പോകണ്ടോ? മച്ചമാരെ അണ്ണാക്കിൽ ഇരിക്കുകയാണ്. നിങ്ങൾ അപ്പം ഉണ്ടാക്കി തന്നൂടാ ഞങ്ങൾക്ക്. എന്നപ്പൊ കണക്കായി. എന്താ കണക്ക്? അപ്പം കൂടി തന്നിട്ടുണ്ടെങ്കിലേ നമ്മളെ ഉള്ള ഒക്കെ തിന്ന് തീർത്തിട്ടേ അവതായിരുന്നു. അപ്പൊ അവലെന്നെ തിന്നിട്ട് നീക്കണില്ല. ഇപ്പൊ അപ്പം കൂടി തരായിട്ടാണ് ഞാൻ തിന്നോട്. കൊറേ നേരം ഒരു പണിക്ക് വിളിച്ചാ തിന്നലെങ്കിൽ പണിയില്ല. പഞ്ചാര പഞ്ചാര ഇറക്കിട്ടാ തന്നിക്കുന്നത്. കൂടുള്ളൂ. എന്റെ അമ്മ പറഞ്ഞു ഷുഗറാണ് എന്റെ കുഞ്ഞാപ്പൂന്. അങ്ങനൊന്നും പറഞ്ഞ പഞ്ചാര കൊറേ ഇട്ട് കൊടുത്താ മതി. എന്താണ് ഷുഗർ? ഷുഗർ പറഞ്ഞാലേ അതാ കൊറേ ഷുഗർ അടിച്ചാതെ അടിച്ച കാറ്റാൻ പോകും. അപ്പൊ നമ്മളാണ് മരിച്ചു പോകും. അതിന് ഇന്നൊക്കെ വേണ്ട, ഷുഗർ വേണ്ട. അപ്പൊ അതുകൊണ്ട് പഞ്ചാര പഞ്ചാര തിന്നാലാണ് ഷുഗർ കൂടുക. പഞ്ചാര തിന്ന ഷുഗർ കൂടുക. പഞ്ചാര ഇട്ടിട്ട് മരത്തിക്കല്ലേ ഇതില്. അത് തേങ്ങയും പഞ്ചാരൊക്കെ ഇട്ട് വഴിച്ചിട്ട് എനിക്ക് തന്നിട്ടുണ്ട്. തേങ്ങ ഞാൻ കൊറേ തപ്പി നോക്കി, തേങ്ങ ഒന്നും തേങ്ങയുടെ വില എന്താ എനിക്ക് അറിഞ്ഞൂടെ? തേങ്ങ വില ഞങ്ങക്ക് അങ്ങനെ അറിയാം. ഞങ്ങക്ക് ഓരോരുത്തരും തരികയല്ലേ. ഓരോരുത്തർ തരൂ. അത് നിങ്ങൾ കിട്ടിയ തിന്നു. ഇങ്ങോട്ടോ ഇല്ലാന്ന് നിങ്ങൾ നോക്കൂലല്ലോ. വില അറിയില്ല. വില അറിയില്ല. മരോളിവിടെ ഉണ്ട്. അവിടെ പണിയിലാണ്. ഉമ്മ അറിഞ്ഞ നിങ്ങളെ മര്യാദ കാണില്ല. നിങ്ങളെ മര്യാദ ആദ്യം നല്ല സ്വഭാവം തരാ. ഉമ്മാന്റെ വർത്താനൊക്കെ പറയാത്ര. നിങ്ങൾ എന്തൊക്കെ കുസു ചെല്ലിയിട്ട് മര്യാദ മാറ്റി മുഴുവൻ കൂടി ചെയ്യാറ് ശരിയാണോ? മര്യാദക്ക് മനസ്സിലായിക്കുന്നു. വന്നാലും എനിക്ക് പോവൂല്ല. തന്നാലും അതേറ്റ് അവിടെ ഇരിക്കും. ഒരു പണി പറഞ്ഞ ചെയ്യൂല്ല. മര്യാദ ഇന്നറ്റല്ലേ ഉമ്മ പറഞ്ഞതാണ്. മര്യാദക്ക് മനസ്സിലായി. അതാണ് മര്യാദ പുറത്തേക്ക് വരാത്തത്. നിങ്ങള് കുസു വരുന്ന മര്യാദ പറഞ്ഞത്ര ഉമ്മാനെ കൂടി മുണ്ടാത്തത്. ഉണ്ടൊക്കെ ചെയ്യും. എന്റെ അമ്മ എന്റെ മറ്റല്ല എന്റെ ഉമ്മ. എന്റെ അമ്മ അല്ലാതെ നിങ്ങളമ്മാവുക? എന്റെ അമ്മ മമ്മി മകൻ ഒരൊറ്റ അച്ഛയാണ്. അത് ഇതൊക്കെ ആരോടും പറയണ്ടട്ടാ. നമ്മളെ ആശാത്തല്ലേ, ആശാത്തം നാട് എന്താണ് ഓരോടെ എന്തോ ഒരു ബഹളയെന്നറിയോ. എന്നിട്ട് ഞാനതൊക്കെ കേട്ടിരിക്കുമ്പോ ആശാത്ത ഏതാ മുതലറിയോ. എന്താണ് തൊള്ള നോക്കി നിക്കണത്? ഞങ്ങളെ പെരയെ പഴയതുണ്ടാവൂന്ന്. അങ്ങനെ തന്നെയാണ്. ചുരുന്തോട്ട് നിൽക്കല് ആൾക്കാരെന്തെങ്കിലും അവിടെ പറയാ എന്താ ചെയ്തോട്ടെ. ഒരു മാപ്പിളായിട്ടാണ് വർത്താനം പറഞ്ഞത്. നിങ്ങളെന്താ ചുരുന്തോട്ട് നിക്കണത്? അത് ഞാൻ കണ്ടപ്പോ നോക്കിന്നല്ലേ. അത് ഉമ്മാനോട് ചെന്ന് പറഞ്ഞു. ഇമ്മ അങ്ങനല്ല കാക്കളെ ചുണ്ടത്ത് കിട്ടാൻ കിട്ടിയ 4 പാത്രം കൊണ്ടുപോകും. അതിങ്ങോട്ടും പറഞ്ഞു ഇമ്മല്ലേ. അറിയാം ഇമ്മാരി മകനും ജാനേച്ചിനോടും പറഞ്ഞിരിക്കണ്. ജാനേച്ചിനോടും പറഞ്ഞു. എന്നിട്ട് അതന്നെട്ടാ ആശാത്തിപ്പോ ഇമ്മ ചെന്നാലും ഒരു മോഹം കേട്ടല് എങ്ങനെ കേട്ടായിരിക്കുവാ. അതന്നെ ആവൂലേ. എല്ലാരും ചോദിക്കല്ല. കുഞ്ഞാപ്പൂന്റെ അമ്മ അങ്ങനെ വന്ന് പറഞ്ഞു. എല്ലോടത്തും നടന്ന് പറയല്ല എന്റെ അമ്മ. അതിന് ഞാനാണ് അമ്മാനോട് പറഞ്ഞത്. ഇമ്മാണ്ട് പറഞ്ഞു ഇമ്മ എല്ലോടത്തും. അമ്മ കുറ്റക്കാരി ഒന്നുമല്ല, ഞാനാണ് കുറ്റക്കാരി. കുറ്റക്കാരെ ഞാൻ ചുണ്ടും ചോരും ഒതുക്കി വെക്കണം. നേരെ ആൾക്കാർ വിളിച്ചത് തരുള്ളൂ. ചുണ്ടം ഒന്നുമില്ലല്ലോ. ഔലുണ്ടായിരുന്നു കുറച്ചാൾ പോയി. അതൊക്കെ തന്നെ നിങ്ങൾക്ക് നിച്ചോളൂ. എന്നുവെച്ചാ പണി ഇങ്ങനെ നാടെടുത്താ പോലെ വെച്ചാ എന്നാ പണിയുള്ള കൂലി തരുള്ളൂ. കൂലി തന്നെ നാളെ അതിനെ കൂടിയിട്ട് പണിയെടുക്കാം. അത് അപ്പോഴക്കപ്പോൾ പണിയെടുത്ത് അതിനുള്ള കൂലി തരും. നല്ല കൂലി കാര്യമാണ് പറഞ്ഞത്. ഇവിടെ കൊറേ പണിയുണ്ട്. കുറച്ച് സൗകര്യം പണി നിറച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് അറിയാം. കായ് കുറച്ചല്ലേ ഞങ്ങൾക്ക് തരുള്ളൂ. പണി വെള്ളം നിറച്ച് പണിയുണ്ട്. വെള്ളം നിറച്ച് തിന്നും ചെയ്യാം. വെള്ളം ഇമ്മ പറയുന്നതല്ല. അതാണ്ട് അത്ര ഇങ്ങോട്ട് ഒരാളും നിൽക്കാത്തത്. അതെന്താ നിങ്ങൾ പറയാത്ത? ഒരു പണിക്കാഴ്ചകൾ ഇവിടെ ഉണ്ട്. എന്റെ ഉമ്മാനല്ലാതെ ഞാനും ഉമ്മ ഇല്ലാതെ. പിന്നെ ഉമ്മ പാവല്ലേ വെച്ചിട്ട് ഉമ്മാനെ ഞാൻ ഒഴിവാക്കാത്തത്. ഉമ്മ പാവല്ലേ. അതിനൊക്കെ ആരും വിളിക്കാഴ്ച ഉമ്മാനെ എല്ലാരും പണിക്കലുണ്ട്. ഉമ്മനെ വിളിക്കും. ഉമ്മ കുറച്ചൊക്കെ ചെയ്തിട്ട് ഉമ്മ അടുത്തെത്തി മണ്ടു. എന്തിനു കിട്ടിന്റെ മകനക്കാരായിട്ട് മണ്ടുമ്മ. അതാണ് ഉമ്മ. ഇഷ്ടമാതിരി ഉണ്ട്. നിങ്ങളിങ്ങനെ നടന്നിട്ട് ഇങ്ങനെ മേടിച്ച് തിന്നാൻ ചൂട് അടുപ്പത്തുനിന്ന് ഇപ്പൊ കൊണ്ടുവരാം. അപ്പൊ ചൂട് വിചാരിക്കൂലല്ലോ. ഒളിക്കാൻ വേണ്ടി തന്നെ തീരുമാനിച്ചില്ലേ. കുറച്ച് ആക്രാന്തം കൂട്ടരുത്. ആക്രാന്തം കൂട്ടാതെ കുടിക്കുക. എന്ത് കിട്ടിയാലും ഭയങ്കര ആക്രാന്താണ്. നീ മകൻ ഒറ്റ പറഞ്ഞ പണി ചേച്ചി അതും ഇല്ല. ഉച്ചക്ക് ചോറിന് മീൻ കിട്ടിക്കണ? ഇവിടെ മീനൊന്നുമില്ല. ഞങ്ങൾ ഒരു വിരുന്നുണ്ട്. അപ്പൊ ഞാൻ ഉച്ചക്ക് എന്താ ചെയ്യാ? ഉച്ചക്ക് അതിനെ മേ പണി നിന്നിട്ട് പോയിക്കോളാം. 11 മണി ആയിട്ടല്ലേ ഉള്ളൂ. ഞാൻ പോയിക്കോ. ഉച്ചക്ക് തീരൂലെന്നോ? അത് ബാക്കി ഞാൻ വന്നിട്ട് ചെയ്യാം. ഞങ്ങൾക്ക് ഉച്ചക്കത്തെ പരിപാടിയെ കളയാൻ പറ്റൂല. പന്നെ കൊണ്ടിറക്കാൻ പറ്റൂല.
പണി കഴിഞ്ഞിട്ട് പിന്നെ ചായ കുടിക്കാം. അപ്പൊ അത് നല്ലത്. ഞാൻ ചെയ്തോളൂ എന്നാലും ആവും.